മാന്യശ്രോതാക്കൾക്ക് എൻ്റെ പ്രണാമം. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് മെസ്സേജ് ലഭിച്ചത് ഇങ്ങനെയാണ്: സർക്കാർ ജയിലിൽ സുവിശേഷ വേലയോ? ഇതൊരു ചോദ്യമാണ്. പണ്ട് ജയിലുകളിൽ രാഖി ബന്ധനം നടത്താൻ ഭാരതം മുഴുവനും ആചരിക്കുന്ന രാഖി ബന്ധനം നടത്താനായിട്ട് ജയിലധികൃതർ പതിവ് പോലെ അനുവാദം കൊടുത്തതിനെതിരെ അന്വേഷണവും അതിശക്തമായ നടപടികളുമെല്ലാം നടന്നു. അടുത്ത കാലത്ത് കാസർഗോഡ് ഒരു ജയിലിൽ ഗോപൂജ നടന്നു എന്ന് പറഞ്ഞ് അസാധാരണമായിട്ടുള്ള ബഹളമായിരുന്നു. ഇന്ന് പോലീസുകാർക്ക് അവിടെയുള്ള ജയിലധികൃതർക്ക് ഷോക്കോസ് നോട്ടീസ് വരെ കിട്ടി. അത് ഭരിച്ചത് ഇടതുപക്ഷ സർക്കാരാണ്. അതേ സർക്കാർ ഭരിക്കുമ്പോഴാണ് ജയിലുകളിൽ അതിവിചിത്രമായ സുവിശേഷ വേല. എപ്പോഴെല്ലാം വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും സമൂഹത്തിന് പ്രദർശിപ്പിക്കുന്ന വിധത്തിൽ സേവിക്കാൻ അവസരം കിട്ടുന്നുവോ അപ്പം കന്യാസ്ത്രീകളും അച്ഛന്മാരുമെല്ലാം പത്രമാധ്യമങ്ങളിൽ ഫോട്ടോ വരത്തക്ക വിധത്തിൽ പ്രദർശിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട്. പണ്ട് നമ്മുടെ ക്രിക്കറ്റ് താരം ശ്രീകാന്ത് എന്നാണ് പേരെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിന് പ്രശ്നമുണ്ടായപ്പോൾ ഈ കൊച്ചിയിലെ വലിയ പള്ളിയിലെ അച്ഛനും ബിഷപ്പും ഈ ശ്രീകാന്തോ ഏതായാലും ഇലക്ഷനിൽ നിന്ന പാർട്ടിയും കൂടിയാണ് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും രാജസ്ഥാനിയായ ഭാര്യയെയും എല്ലാവരെയും ഈ പള്ളിയിൽ കൊണ്ടുപോയിട്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിപ്പിച്ചു എന്നാണ്. വേദനിക്കുന്നവരും അനാഥരും വൃദ്ധരും രോഗികളും ഭാരം ചുമക്കുന്നവരും എൻ്റെ പക്കൽ വരുവിൻ എന്ന് യേശുക്രിസ്തു പറഞ്ഞത് അത് മാത്രമെടുത്ത് എൻ്റെ പക്കൽ വന്ന് മതം മാറാൻ വിധേയരാകുവിൻ എന്നുകൂടി ചേർത്ത് അച്ഛന്മാരും കന്യാസ്ത്രീകളും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീ KR നാരായണനെ പോലെ ഉള്ളവരെ പോലും പള്ളിയിൽ അന്ത്യകൂദാശ നടത്തിയിട്ട് പേരും പ്രസിദ്ധിയും നേടാൻ വേണ്ടി, പിന്നെ മദർ തെരേസ പറഞ്ഞതുപോലെ സെൻറ്റ് പീറ്ററുടെ ടിക്കറ്റിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് മരിച്ചാലും വിരോധമില്ല ജീവിച്ചാലും വിരോധമില്ല, സെൻറ്റ് പീറ്ററുടെ ഒരു ടിക്കറ്റിൻ്റെ എണ്ണം കൂട്ടിയാൽ അത്രയും ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടി. അത് മരിച്ച നമ്പറിൽ പെടുത്തിയാലും വിരോധമില്ല, ജീവിച്ചിരിക്കുന്ന നമ്പറിൽ പെടുത്തിയാലും വിരോധമില്ല. എപ്പോഴെല്ലാം അവസരം കിട്ടുന്നോ അത് മുതലാക്കി കന്യാസ്ത്രീയും അച്ഛനും എല്ലാം മതം മാറ്റാൻ ഇറങ്ങിക്കോളും. പിന്നെ പലതരത്തിലുള്ള മതദൈവ വ്യാപാരങ്ങളും കച്ചവടങ്ങളും യേശുക്രിസ്തുവിനെ വരെ ബൈബിള് വരെ എല്ലാം കച്ചവടത്തിൻ്റെ ഐറ്റങ്ങളാക്കി മാറ്റുന്ന അവസ്ഥ. ജയിലുകളിൽ സുവിശേഷ വേല നടക്കുന്ന കാര്യം നമ്മുടെ സിനിമാ നടൻ ദിലീപ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് പുറത്തേക്ക് വന്നത്. ദിലീപിന് ജയിലിൽ കൗൺസിലിംഗ് കൊടുക്കുന്നത് കന്യാസ്ത്രീ. വായിക്കാൻ ഉപദേശിച്ചത് ബൈബിളിലെ സങ്കീർത്തനം എന്ന ഭാഗം. ഭഗവത്ഗീതയോ ഭാഗവതമോ അല്ല. ആ ദിലീപ് കഥകളിലൂടെ ഇതാരെങ്കിലും ശ്രദ്ധിക്കുമോ? മനുഷ്യരുടെ നിസ്സഹായാവസ്ഥയിൽ പറ്റാവുന്നിടത്തോളം യേശുക്രിസ്തുവിനെയും ബൈബിളിനെയും ഇറക്കി വിളവിറക്കാൻ പറ്റിയ സമയം ഏതാണെന്ന് ആയിരക്കണക്കിന് കന്യാസ്ത്രീകളും അച്ഛന്മാരും ഉള്ള സ്ഥിതിക്ക് അതിൽ 1-2 പേര് വിചാരിച്ചാൽ മതിയല്ലോ. വളരെ ഭംഗിയായിട്ട് ദേവൻ എന്ന് പറയുന്ന വ്യക്തി മതപരിവർത്തന ലോബികൾ ദിലീപിനെ മതം മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. സങ്കീർത്തനത്തിന് പകരം ഭഗവത്ഗീതയാണ് വായിക്കേണ്ടത്. കന്യാസ്ത്രീകളും പള്ളിയിലച്ഛൻ്റെയും മതം മാറ്റ ഗൂഢാലോചനയ്ക്ക് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയാണ് എന്ന് വളരെ വിചിത്രമായ രീതിയിൽ ദേവൻ സത്യം പുറത്തേക്ക് കൊണ്ടുവന്നു. സുവിശേഷ വേല തുറന്നു കാട്ടി യുവാവിൻ്റെ കമൻ്റ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ അറിയാനുള്ള ഒരു വലിയ കാര്യം, ഈ സർക്കാരായാലും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും എല്ലാം ഒരു തരത്തിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ എല്ലാം തന്നെ മറ്റ് ന്യൂനപക്ഷങ്ങളെ സേവിക്കുകയും വോട്ട് ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കുകയും അത് ഒളിഞ്ഞും തെളിഞ്ഞും വേണ്ടിയിട്ടും വേണ്ടാതെയും
എല്ലാം സഹായിക്കുമ്പോൾ ഓർമ്മിക്കാനുള്ള വേറൊരു വാട്സപ്പ് സന്ദേശമുണ്ട്. കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും 100 ഹിന്ദു സ്വാഭിമാനികളായ യുവാക്കൾ തീരുമാനിച്ചാൽ, ഒരു പഞ്ചായത്തിൽ 100 പേര് തീരുമാനിച്ചാൽ ഈ ലവ് ജിഹാദ് ഇല്ലാതെയാക്കാൻ സാധിക്കും, മതം മാറ്റം ഇല്ലാതെയാക്കാൻ സാധിക്കും, മതം മാറാൻ പോകുന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും, മതം മാറിയവരെ അവരുടെ സമുദായത്തിലെ നേതാക്കളെയും കൂടി ചേർത്ത് സഹവർത്തിച്ച് പ്രവർത്തിച്ച് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇതൊക്കെ നമുക്കിന്ന് കേരളത്തിൽ വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ സാധിക്കും. രാഷ്ട്രീയ പാർട്ടികളുടെ കെണിയിൽ വീണ് നമ്മൾ ഹിന്ദു സമൂഹത്തെ കൊലയ്ക്ക് കൊടുക്കുന്നത് മാതിരിയുള്ള കാഴ്ചയാണ് കാണുന്നത്. ഓരോരുത്തരുടെയും പഞ്ചായത്തിൽ ഹിന്ദു യുവതി യുവാക്കളെ സംഘടിപ്പിച്ച്, വളരെ കൂടുതലൊന്നും വേണ്ട, 1 ഡസൻ ആയാലും മതി, ഹിന്ദു ഹെൽപ്പ് ലൈൻ വളണ്ടിയർമാരായാൽ ത്യാഗമനോഭാവത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, അതുപോലെ തന്നെ ഭക്തിയോടുകൂടി ഹൈന്ദവ ധർമ്മത്തിനും സനാതന ധർമ്മത്തിനും ഭാരതീയ പൈതൃകത്തിനും വേണ്ടി നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ ഹിന്ദു ന്യൂനപക്ഷമാവില്ല. ഒരുപക്ഷെ ഹിന്ദു ന്യൂനപക്ഷമായാൽ തിരിച്ചുള്ള വരവ് ബുദ്ധിമുട്ടാണ്. അതിനാൽ നമ്മൾ സാധിക്കുന്നിടത്തോളം ഹൈന്ദവ സംഘടനകളുമായി സഹകരിച്ച് മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരലും മാറിപ്പോകാൻ തയ്യാറായവരെ തടയുകയും, അത് വസ്തുതാപരമായിട്ട് ധാർമ്മിക ബോധത്തോടു കൂടി തടയുകയുമെല്ലാം ചെയ്താൽ അടുത്ത തലമുറയോട് നാം ചെയ്യുന്ന ഏറ്റവും ധന്യമായിട്ടുള്ള സമർപ്പണമായിരിക്കും അത്. അത് ചെയ്തില്ലെങ്കിൽ അടുത്ത തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയുമായിരിക്കും. ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായി ഹിന്ദു സ്വാഭിമാനം വീണ്ടെടുക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കണം. ഓരോ പഞ്ചായത്തിലും കുറേ ഹിന്ദു യുവതി യുവാക്കൾ തീരുമാനിച്ചാൽ ഒരു ഹിന്ദുവും മതം മാറില്ല, മതം മാറിയവരെ തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും. ഒരു ഹിന്ദുവും പട്ടിണി കിടക്കില്ല, ഒരു ഹിന്ദുവും അനാഥനാവില്ല, ഒരു ഹിന്ദുവും വേദനയോടുകൂടി സഹിക്കില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇത് ധന്യമായിട്ട് അഡ്വക്കേറ്റ് പ്രതീഷ് വിശ്വനാഥ് എഴുതി അയച്ചതാണ്. ഇപ്പോൾ രണ്ടാമത് വായിച്ചത്. നേരത്തെ ഉള്ളത് നേരിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജിൽ നിന്നെടുത്തത്. പ്രണാമം, നമസ്കാരം.